നമസ്കാരം. UGC ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റി അധ്യാപക സംഘടനാ നേതാവിനെ അസോസിയേറ്റ് പ്രൊഫസറാക്കാനുള്ള ഒരു വഴിവിട്ട നീക്കം വീണ്ടും നടക്കുകയാണ്. കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവും നിലവിലെ സെനറ്റ് അംഗവുമായിട്ടുള്ള ഡോക്ടർ എസ് നസീബിന് അസോസിയേറ്റ് പ്രൊഫസറായി സ്ഥാനക്കയറ്റം നൽകാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കേരള VCക്ക് ഇപ്പോൾ നിവേദനം നൽകിയിരിക്കുകയാണ്. UGCയുടെ ചട്ടമനുസരിച്ച് അസിസ്റ്റന്റ് പ്രൊഫസറായി 12 വർഷത്തെ സർവീസ് പൂർത്തിയായാലേ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയ്ക്ക് അർഹതയുള്ളൂ. എന്നാൽ ഡോക്ടർ എസ് നസീബിന് സംസ്കൃത സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് 1997-98 താൽക്കാലിക നിയമനത്തിലൂടെ 1.5 വർഷത്തെ പരിചയമാണ് 26 വർഷം കഴിഞ്ഞ് സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്നത്. നസീബിന് അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് അനുവദിച്ചപ്പോൾ താൽക്കാലിക കരാർ നിയമന കാലയളവ് പക്ഷേ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളത്തിന് തത്തുല്യ ശമ്പളത്തിലുള്ള താൽക്കാലിക നിയമനങ്ങളെ അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഡോക്ടർ നസീബിന് ഈ ശമ്പളം ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ കണ്ണൂർ സർവകലാശാലയിലെ നിയമനം സംബന്ധിച്ച ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ UGC ചട്ടപ്രകാരം അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമന അപേക്ഷ VC പരിഗണിക്കുന്നതിന് മുൻപ് യൂണിവേഴ്സിറ്റിയുടെ IQAC അതായത് ഇൻറ്റേർണൽ ക്വാളിറ്റി അഷ്വറൻസ് സെല്ല് അതിൻ്റെ ഡയറക്ടർ അത് അംഗീകരിക്കണം. നിലവിലുണ്ടായിരുന്ന ഡയറക്ടർ നസീബിൻ്റെ അപേക്ഷയിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഡയറക്ടർ വിരമിച്ചതോടുകൂടി ഡയറക്ടറുടെ താൽക്കാലിക ചുമതലയുള്ള അല്ലെങ്കിൽ ചുമതല നൽകിയിട്ടുള്ള പ്രൊഫസർ സ്ഥാനക്കയറ്റം അംഗീകരിക്കുവാൻ ശുപാർശ ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫയൽ ഇപ്പോൾ VCയുടെ പരിഗണനയിലാണ്. ഫയലിൽ ഒപ്പിടാൻ VCക്ക് മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദവുമുണ്ട്. അങ്ങനെ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് UGCയുടെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങളൊക്കെ മറികടന്നുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് ഇത്തരത്തിലൊരു തിരിമറി നടക്കുന്നത്, അല്ലെങ്കിൽ അധ്യാപക സംഘടനാ നേതാവിനെ അസോസിയേറ്റ് പ്രൊഫസറാക്കാനുള്ള ഒരു വഴിവിട്ട നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വീണ്ടും ഊരാക്കുരുക്കിലേക്ക് പോകുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ രാഷ്ട്രീയ ദല്ലാളന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒപ്പം തന്നെ സംഘടനാ നേതാക്കൾക്കും മാത്രം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് UGC ചട്ടങ്ങൾ മാറ്റിക്കൊടുക്കുവാൻ കഴിയുമോ, അല്ലെങ്കിൽ UGC ചട്ടങ്ങളെ മറികടന്ന് മുൻപോട്ട് പോകാൻ കഴിയുമോ? അങ്ങനെ ചെയ്യുന്നത് UGC ചട്ടങ്ങളെ മാനിക്കാതെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ, സംഘടനാപരമായിട്ടുള്ള ഇടപെടലുകൾ, യൂണിയനുകളുടെ ഇടപെടലുകൾ, ആ ഇടപെടലുകൾ ശക്തമാകുന്നതുകൊണ്ടും രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടുമാണ് ഒരു സർക്കാരിൻ്റെ ഭാഗമെന്ന് കരുതി എന്തും ചെയ്യാൻ UGC ചട്ടങ്ങളെപ്പോലും കാറ്റിപ്പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ സർക്കാർ നോക്കുകുത്തിയാകരുത്. ഇതിനെതിരെ തക്കതായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്.